ടെക്നോയുടെ ടെക്നോ ഫാൻറ്റം വി ഫോൾഡ് 2 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ ഫാൻറ്റം വി ഫോൾഡ് 2 എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഫോൾഡബിൾ ഫോണാണ്, അതുകൊണ്ട് തന്നെ 2 ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഉള്ളിൽ 7.85 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷൻ വരുന്ന ഒരു ഡിസ്പ്ലേ വരും. ഇതിൽ LTPO AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. LTPO പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഒരു ഹാഫിൽ 6.42 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഇതിലും AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും വരിക. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. പഞ്ചോൾ ഡിസൈനും ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ ഏകദേശം ഇതുപോലുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ടെക്നോ ഫാൻറ്റം വി ഫോൾഡ് എന്ന ഫോൾഡബിൾ ഫോണിലും വന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കാര്യമായിട്ട് വലിയ അപ്ഗ്രേഡ്സ് ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ കർസറ്റ് ഗ്രീൻ അതുപോലെ തന്നെ റിപ്ലിംഗ് ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9000+ എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് കുറച്ച് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊന്നുമില്ല. എന്നാലും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ വരേണ്ടതാണ്. പിന്നെ പഴയ വി ഫോൾഡ് എന്നുള്ള സ്മാർട്ട് ഫോണിലും ഇതേ സെയിം പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അപ്പം പ്രോസസ്സറിൻ്റെ കാര്യത്തിലും മാറ്റങ്ങളൊന്നും വരില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മുമ്പ് MediaTek Dimensity 9300 എന്ന പ്രോസസ്സർ വരുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ റിപ്പോർട്ടുകൾ ഇങ്ങനെയും പറയുന്നുണ്ട്. എന്തായാലും പ്രോസസ്സറിൽ മാറ്റങ്ങൾ വന്നോളണം എന്നില്ല. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 12 GB റാമും 512 GB ഇന്റേണലൊക്കെ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ Android 14 ബേസുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ 13 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 50 MP ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ വന്നേക്കാം. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ ഒരു ഡിസ്പ്ലേയിൽ 32 MP സെൽഫി ക്യാമറയും ഒരു ഡിസ്പ്ലേയിൽ 16 MP സെൽഫി ക്യാമറയും വന്നേക്കാം. അപ്പം തിരക്കില്ലാത്തുള്ളൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഇതിൽ വന്നേക്കാം. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ പഴയ വി ഫോൾഡ് എന്നുള്ള സ്മാർട്ട് ഫോണിലും ഏകദേശം ഇതുപോലുള്ള ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം അതിലും വലിയ ചേഞ്ചസ് വന്നോളണം എന്നില്ല. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4860 mAh ബാറ്ററി ആയിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഇത് മിനിമം ബാറ്ററി കപ്പാസിറ്റി ആവാനാണ് ചാൻസ്. ചിലപ്പം 5000 mAh ബാറ്ററി വന്നേക്കാം. കാരണം പഴയ വെർഷനിൽ 5000 mAh ബാറ്ററി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിലും കാര്യമായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊന്നും വന്നോളണം എന്നില്ല. ഇപ്പം ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വന്നോളണം എന്നില്ല എന്നാണ്. പിന്നെ ഡിസൈനിൻ്റെ കാര്യത്തിലായിരിക്കും കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരിക. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും അടുത്ത് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഗാന പോലുള്ള രാജ്യങ്ങളിലൊക്കെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യയിലും ഈ ഫോൺ മിക്കവാറും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ ലോഞ്ച് ഡേറ്റ് ഒന്നും ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില 75,000 to 80,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടായിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അത് തിരക്കേടില്ലാത്തൊരു പ്രൈസിംഗ് ആണ് എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും ടെക്നോ ഫാൻറ്റം വി ഫോൾഡ് 2 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളേത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.